അതായത് ഒരാളൊരു തെറ്റ് ചെയ്തതിനെ തുടർന്ന് ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരുത്താൻ കഴിയുന്നതാണ്, തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അത് ഞാൻ ചെയ്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ പതിയെ പതിയെ ആഘോഷത്തിന് വേണ്ടി, അതായത് കണ്ടന്റിന്റെ റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഭാഗം നേരത്തെ റീച്ചിന് വേണ്ടി കാണിച്ചുകൊണ്ടിരുന്നത് തുണിയടിച്ചിട്ടുള്ള ആട്ടലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി നേരെ ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ പോലും 1.5-2 മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. അതിൽ പല ആൾക്കാരും പറയുന്നു പ്രസവത്തെ എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത്ര കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളെന്നാണോ നിങ്ങൾ എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? പ്രസവം വേദന ഇല്ല എന്നും അല്ലെങ്കിൽ അത് വേദന ഉള്ളതാണെന്നും ലോകത്താരെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതൊരു വേദന നിറഞ്ഞ പ്രോസസ്സാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാമെന്നും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനം ചമച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ അത് മനസ്സിലാക്കാതെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ അല്ല എന്നും അമ്മ എന്ന് പറയുന്ന മാതൃത്വത്തിന്റെ മൂല്യത്തെയാണ് ഞാൻ സന്തോഷപൂർവ്വം പെൺകുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്, സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കാതെ വീണ്ടും 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 വന്നിരുന്നിട്ട് ഒരേ കാര്യം എന്റെ അടുത്ത് ആവർത്തിക്കുകയാണ്. ഞാൻ ആ വിഷയത്തിൽ മറുപടി പറയാനല്ല. ഇപ്പോൾ പുതിയൊരു സൂക്കേട് തുടങ്ങിയിരിക്കുന്നത് ലക്ഷ്മി, ഇതിനു മുമ്പ് ഞാനും ലക്ഷ്മിയും കൂടെ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകൾ അടർത്തിയെടുത്തിട്ട് നീ അങ്ങ് ഇവിടെ കിടന്ന് നരകിക്കുകയാണെന്നാണ്, കുടുംബമില്ലാത്ത, ഭർത്താക്കന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത, അച്ഛനെ അമ്മയെ റെസ്പെക്ട് ചെയ്യാത്ത, സ്വന്തം ജീവിതം മാത്രം നോക്കി ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലെ കുറെ തെണ്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ മക്കൾ മക്കളെ എന്റെ മക്കളും പറയും, എന്റെ ഭാര്യയും പറയും. ഞാൻ എന്തിനാണ് ഇവരെ ലൈവ് വിളിച്ചിരുത്തിയെന്ന് പോലും ആക്ച്വലി ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മക്കള് പറ, എന്റെ മക്കൾ പറ, അച്ഛൻ എങ്ങനെയാന്ന് പറ. അച്ഛൻ ലക്ഷ്മി വഴക്ക് പറയാറുണ്ടോ? ഇല്ല. നീ ആണോ പറയേണ്ടത്? ഞാൻ പൊന്നിനോടോ ചോദിച്ചത്? എന്റെ മക്കൾ പറ, അച്ഛൻ വഴക്ക് പറയാം. അവരാരാ? നീ എങ്ങനെയാടി വീട്ടില് പറ, നീ സത്യം പറ, നാട്ടിൽ അറിയട്ടെ. ആരോടാ പറയുന്നത്? നീ അവരോടൊക്കെ പറഞ്ഞാൽ മതി. പറയുന്ന ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ എടുത്ത് കണ്ടോളൂ. പറഞ്ഞോ. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയാറ്റോ ഇനി പിടിച്ചെടുക്കും. മക്കൾ പറയാം എങ്ങനെയല്ലേ. അതുകൊണ്ട് ഞാനത് പറഞ്ഞത്, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ അറിയിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുമായി